മണ്ണൂർ അൽമണിയറ ക്ലബ്ബ് സംഘടിപ്പിച്ച 10ാമത് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. സമാപന സമ്മേളനം മങ്കര SI അജോയ് ജോയ് ഉദ്ഘാടനം ചെയ്തു. മണ്ണൂരിലെ അൽമണിയറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന 10ാമത് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ മേള സമാപിച്ചു. മത്സരത്തിൽ ബ്രദേഴ്സ് ക്ലബ്ബ് പത്തിരിപ്പാല ജേതാക്കളായി. കോസ്മോ ക്ലബ്ബ് മങ്കട റണ്ണേഴ്സ് അപ്പായി. സമനിലയിലെത്തിയതോടെ ഷൂട്ടൌട്ടിലൂടെയാണ് ബ്രദേഴ്സ് ക്ലബ്ബ് പത്തിരിപ്പാല ജേതാക്കളായത്. സമാപന സമ്മേളനവും സമ്മാന വിതരണവും മങ്കര SI അനോജ് ജോയ് നിർവഹിച്ചു. സെമി കളിച്ചവർക്കും എല്ലാം കളിച്ച എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. മാത്രമല്ല ഈ ഒരു പരിപാടി നടത്തിയ മണിയറ ക്ലബിന്റെ സംഘാടകർക്കും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി നൽകുമ്പോൾ ഞങ്ങൾക്കൊരു പേടിയാണ്. ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾക്ക് പേടിയാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ, എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ. കാരണമാണ് ഫുൾ ടൈം ഞങ്ങളുടെ പോലീസും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ബാക്കി ജനങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും മങ്കര സ്റ്റേഷന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ലബ് രക്ഷാധികാരിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ SJ നജീബ് അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR ശശി നിർവഹിച്ചു. ചടങ്ങിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, PM അൻവർ സാദിഖ്, അബു താഹിർ പീടികയിൽ, ഹമീദ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. കുഴഞ്ഞു വീണ രോഗിയെ ആശുപത്രിയിലെത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാരെയും അബാക്കസ് പരീക്ഷയിൽ മണ്ണൂരിനെ വിജയക്കുതിപ്പിലേക്ക് എത്തിച്ച അബാക്കസ് അധ്യാപിക സജീന സലാമിനെയും ചടങ്ങിൽ ആദരിച്ചു. ഹമീദ് അത്തിക്കൽ, നൌഷാദ്, ഉമർ ഫാറൂഖ്, ഹക്കീം, ക്ലബ് പ്രസിഡന്റ് ഫാറൂഖ്, സെക്രട്ടറി ഷമീർ, ആഷിഫ്, അഷ്റഫ്, സജിദ്, ദിനിൽ, മുജീബ്, സിറാജ് എന്നിവർ സംസാരിച്ചു. ട്രോഫികൾ സ്പോൺസർ ചെയ്ത ഫറാസ്, ടിപ്പർ ഉടമ ഹംസ, കൃഷ്ണദാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഫുട്ബോൾ മേളയിൽ നിന്നും കിട്ടുന്ന വരുമാനം നിർധനരായ രോഗികൾക്ക് വിതരണം ചെയ്യുമെന്ന് രക്ഷാധികാരി കൂടിയായ SJ നജീബ് അറിയിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി വൻ പോലീസ് സംഘവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം പൂർത്തിയായി. ഇന്നലെ 4 മണിയോടുകൂടി നമ്മുടെ സ്റ്റേഡിയത്തിലുള്ള 1 കോടിയുടെ അനുമതി കിട്ടുകയും അത് ടെൻഡർ നടപടി ഏറ്റെടുത്ത് കെല്ല് എന്ന് പറയുന്ന കമ്പനി ടെൻഡർ നടപടി ഏറ്റെടുത്തതിൻ്റെ റെസിപ്റ്റും അതിൻ്റെ എന്താ പറയുക ഒപ്പുവെച്ച കടലാസും എല്ലാം ബഹുമാനപ്പെട്ട MLA ഇന്ന് രാവിലെ അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് ബന്ധപ്പെട്ട ക്ലബിൻ്റെ ഗ്രൂപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണ്.